ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സംസാരിക്കുമ്പോൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ആക്റ്റീവ ഡിയോ സ്കൂട്ടേഴ്സിൽ എമർജൻസി ഘട്ടങ്ങളിൽ നമ്മൾക്ക് എങ്ങനെ സീറ്റ് തുറക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്മാർട്ട് ആക്റ്റീവ സ്കൂട്ടേഴ്സിലെല്ലാം ഈ റിമോട്ടാണ് നമ്മുടെ കീയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിമോട്ടിൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ഒരു നോബ് അതിൻ്റെ കൂടെ കാണും. അപ്പോൾ അതാണ് എമർജൻസി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ സ്റ്റൂള്. അപ്പോൾ ഈ എമർജൻസി ഘട്ടങ്ങളിൽ ഈ റിമോട്ടിൻ്റെ ബാറ്ററി തീർന്നാൽ നമുക്ക് സീറ്റ് തുറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ സ്മാർട്ട് ആക്റ്റീവ സ്കൂട്ടേഴ്സിൽ നിങ്ങൾക്കറിയാം, ഇതിനകത്തൊരു നോബുണ്ട്. ആ നോബ് തിരിഞ്ഞാൽ മാത്രമേ സീറ്റ് തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നോബ് തിരിയാത്ത ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് ഇറങ്ങി പോവുക, അങ്ങനെയുള്ള കേസുകളിൽ മാത്രമാണ് തിരിയാതിരിക്കുന്നത്. അപ്പം അങ്ങനെ ഘട്ടങ്ങളിൽ നമുക്ക് സീറ്റ് ഒന്ന് തുറക്കണമെങ്കിൽ നമ്മുടെ ഈ ചാവിക്കകത്തുള്ള ഈ നോബുണ്ട്. ഈ നോബ് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ആക്റ്റീവ സ്കൂട്ടറിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു അടപ്പ് പോലെ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് തുറക്കുക. തുറന്ന് അതിനകത്ത് ഈ നോബ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു പോർഷൻ കാണാം. ഇതിനകത്ത് ആ ടൂൾ ഇട്ടിട്ട് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഈസിയായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഇതിൻ്റെ കൂടെ 2 റിമോട്ട് കാണും. അപ്പോൾ മറ്റേ റിമോട്ട് എപ്പോഴും സീറ്റിനകത്ത് തന്നെ വെച്ചേക്കണം. അപ്പോൾ പൊതുവെ എല്ലാവരും ഒരു റിമോട്ട് കയ്യിലും ഒരു റിമോട്ട് വീട്ടിലും വെച്ചേക്കും. അങ്ങനെ ഈ കേസുകൾ ചെയ്യരുത്. ഒരു റിമോട്ട് എപ്പോഴായാലും നമ്മുടെ ഈ വണ്ടിക്കകത്ത് സീറ്റിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴിയിലാവാതെ വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കും. കാരണം വെച്ചാൽ ആ റിമോട്ടിൻ്റെ ബാറ്ററി വർക്കായില്ല എന്നുള്ളത് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പം ഇങ്ങനെ ഇത് പലർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.